ആ നാട്ടിലെ സമ്പന്ന വർഗത്തിന്റെ പെൺകുട്ടികൾക്ക് മുടി വിറ്റിട്ട് കിട്ടിയ കാശുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി മഹദി വീട്ടിലെത്തുന്നു. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി ചോദിക്കുന്നു, ഇതെങ്ങനെയാണ് സമ്പാദിച്ചത്? മഹദി അതൊരു ഹലാലായ വഴിയിൽ ഞാൻ ഒപ്പിച്ചതാണെന്ന് മാത്രം പറയുന്നു. പിന്നെയും വേറെ ഒരവസ്ഥയിൽ വല്ലാതെ വിഷമിച്ചപ്പോ തലയിലുള്ള രണ്ടാമത്തെ ഭാഗവും മുടി അവര് കളഞ്ഞെടുത്ത് വിൽക്കുന്നു. ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുന്നു, തലതന്തായി മുഖമക്കനെ കൊണ്ട് മറച്ചു വെക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം അയ്യൂബ് നബി പറയുന്നു, ഇത് നീ എങ്ങനെ സമ്പാദിച്ചു എന്ന് കൃത്യമായി എന്നോട് പറയാത്ത പക്ഷം ഞാനിത് ആഹരിക്കുകയില്ല, ഞാനിത് അനുഭവിക്കുകയില്ല, ഈ ഭക്ഷണം ഞാൻ തൊടുകയില്ല. നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഭാര്യ തന്റെ തലയിലുള്ള മുഖമക്കനെ അങ്ങ് എടുത്തു മാറ്റുന്നു. തന്റെ പ്രിയതമയുടെ തലമൊത്തം മുണ്ടനം ചെയ്തതായി കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവര് ദുആ ചെയ്തു പോയി, അന്നീ മസ്സനിയൽദുർറു വഅൻത അർഹമുർ റഹീമീൻ. ഖുർആൻ പറയുന്നുണ്ട് ഈ ദുആ, അന്നീ മസ്സനിയൽദുർറു, പടച്ചവരെ എനിക്ക് കുറച്ച് പ്രയാസമാണല്ലോ, വഅൻത അർഹമുർ റഹീമീൻ, നീ റഹ്മത്തിന്റെ കേദാരമാണല്ലോ, പരമകാരുണികരും കരുണാനിധിയുമാണല്ലോ, എനിക്ക് കുറച്ച് പ്രയാസമാണല്ലോ. അപ്പോഴും കാര്യമൊന്നും പറയുന്നില്ല. റബ്ബേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നീ വലിയ കാരുണ്യവാനുമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ്. പക്ഷേ അല്ലാഹു ആ ദുആക്ക് ഉത്തരം കൊടുത്തുപോയി. എല്ലാ പ്രയാസങ്ങളും മാറിയ കഥയൊക്കെ പലപ്പോഴും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഞാനത് നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നിന്ന് എന്താ സഹോദര മനസ്സിലാക്കേണ്ടത്? മഹാന്മാരും മഹദികളും ഒക്കെ അള്ളാഹുവിനെ മഹബത്ത് വെച്ചിട്ട് ഈ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. എന്ത് പ്രയാസം അവർക്ക് വന്നാലും അത് സഹിക്കുന്ന മനസ്സവർക്കുണ്ടായിരുന്നു. അത് അള്ളാഹുവിന്റെ ഖദറാണ് എന്ന നിലക്ക് അതിനോട് പൊരുത്തപ്പെടുന്ന അവസ്ഥ അവർക്കുണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും ഇബാദത്തിന്റെ രസം കിട്ടാതെ പോകുന്നത് ഈ മനസ്സിന്റെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൽബിൽ നന്നായി മഹബത്ത് അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ കൽബിലുണ്ടാകണം. അള്ളാന്റെ ദിക്ർ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. വേറെ പല ദിക്റുകളും നമുക്കുണ്ട്, പല ഓർമ്മകളും പല ചിന്തകളുമുണ്ട്. അതൊക്കെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മറ്റോ സ്ഥാനത്തേക്ക് മാറണം. ഒന്നാം സ്ഥാനത്ത് കൽബിൽ അല്ലാഹു ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മഹബത്ത് വെക്കുവാനും അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചോർത്തുകൊണ്ട് അവന്റെ ഓർമ്മ കൽബിൽ നിരന്തരം നിലനിർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു. ഇതുവരെ പറഞ്ഞ അല്ലാഹുവിന്റെ പേരാണ് ആ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ആ പേര് കേൾക്കുമ്പോൾ എന്നെ പടച്ച എന്റെ അല്ലാഹ്, ആ അല്ലാഹുവിന്റെ പേര് പറഞ്ഞിരിക്കുന്നു. ആവേശമാകണം, ആഹ്ലാദമാകണം. പിന്നെ പറയുന്നതോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന, ഈ അല്ലാഹുവിന്റെ എല്ലാ സിഫത്തുകളും സർവഗുണങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ കൽബിന്റെ കഷണമായ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് പിന്നെ പറയുന്നത്. അപ്പോഴും നമുക്ക് അമിതമായ ആവേശമുണ്ടാകണം. പിന്നെ ആ ക്ഷണിക്കുന്നത് ഹയ്യാലസ്സലാ, നിസ്കരിക്കാൻ വാ മനുഷ്യ. പിന്നെ പറയുന്നത് അതുകൊണ്ട് നിനക്കൊരു നഷ്ടവും വരാനില്ല. ഹയ്യാലൽ ഫലാ, അത്
നിനക്ക് വിജയമാണ്, ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിനുള്ളതാണ്. അതുകൊണ്ട് നിസ്കരിച്ചിട്ട് വിജയിച്ചോ മനുഷ്യ. പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ബാങ്ക് കേട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് ഇതുവരെ പറഞ്ഞതുകൊണ്ടുള്ള ഒരു പ്രയോജനം, ഇതുവരെ നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ബാങ്ക് കേൾക്കുമ്പോഴെങ്കിലും നമ്മുടെ ഖൽബിൽ ഈ പറഞ്ഞ അല്ലാഹുവിനോടുള്ള മഹബത്ത് ഉണ്ടാകേണ്ടതല്ലയോ? ഇന്നത്തെ ഈ മേറാജിന്റെ രാവിൽ ഹബീബ് നേതാവ്, നമ്മുടെ ചങ്കിലെ ചോരയായ വഴികാട്ടിയായ ഹബീബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നൽകിയ അസ്സലാഹ്, അത് നമുക്കുള്ള മേറാജാണ്. അത് നമുക്കുള്ള മേറാജാണ്. മേറാജുൽ മുഅ്മിനീൻ എന്ന ഒരു പേരുണ്ട് നിസ്കാരത്തിന്. നബി തങ്ങൾ മേറാജ് പോയി. അവിടുത്തെ അനുയായികൾ, സാധുക്കൾ, നമുക്ക് മേറാജിന് പോണ്ടേ, നമുക്ക് മേറാജ് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന് സമ്മാനിച്ച ഒരു സമ്മാനമാണ് അസ്സലാ. അതിൽ ഇതിനൊരു പ്രത്യേകത. എന്താണ് പ്രത്യേകത? വേറെ പല പ്രാർത്ഥനകളും നമ്മൾ നടത്തുന്നുണ്ട്, പക്ഷേ അതുപോലെ ഒന്നുമല്ല നമസ്കാരം. അത് ഒരു സവിശേഷമായ പ്രാർത്ഥനയാണ്. അത് അല്ലാഹുവും നമ്മളും തമ്മിലുള്ള ആ മഹബത്തിന്റെ കണക്ഷൻ ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് മേറാജിന്റെ ഈ രാവിലെ പ്രസംഗത്തിൽ അതൊന്ന് പരാമർശിച്ചിട്ടില്ലെങ്കിൽ ഒരു അദബ് കുറവായി പോകും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നന്നായി ചിന്തിക്കണം. എപ്പോഴെങ്കിലും പോയി കൈകെട്ടുകയല്ല, അത് പടച്ചവൻ നിശ്ചയിച്ച ഒരു സമയത്താണ്. എപ്പോഴും നമുക്ക് ദ്വാരക്കാം, പടച്ചവനെ അല്ലാഹുവേ എന്ന് പറഞ്ഞ് നമുക്ക് എപ്പോഴും ദ്വാരക്കാം. പക്ഷെ നമസ്കാരം ഒരു പ്രാർത്ഥനയാണ്. അത് പക്ഷെ എപ്പോഴെങ്കിലും അല്ല, അത് അല്ലാഹു അതിന് നിശ്ചയിച്ചു തന്ന സമയം നോക്കിയിട്ടാണ്. അത് എങ്ങനെയെങ്കിലുമല്ല. പിന്നെയോ അതിന് ചില ചിട്ടവട്ടങ്ങൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അതിന് കുളിക്കേണ്ടതുണ്ട്, വുളൂ ചെയ്യേണ്ടതുണ്ട്, ശരീരത്തിൽ നിശ്ചിത ഭാഗം മറക്കേണ്ടതുണ്ട്, വേറെയും പല മര്യാദകളും പാലിക്കേണ്ടതുണ്ട്. എങ്ങട്ടെങ്കിലും തിരിഞ്ഞുകൊണ്ടുമല്ല, അല്ലാഹു നിശ്ചയിച്ചു എന്ന ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴെങ്കിലുമല്ല, എങ്ങനെയെങ്കിലുമല്ല. പടച്ചവൻ നമ്മെ വിളിച്ച ആ സമയം നോക്കി ചെന്നുകൊണ്ട് അവൻ തിരിയാൻ പറഞ്ഞ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോൾ നമ്മുടെ മുഹിബ്ബായ റഹ്മാനും റഹീമുമായ അല്ലാഹുവുമായി കണക്ഷൻ കിട്ടുന്നു. അല്ലാഹുവിന് ഒരുപാട് സിഫത്തുകളുണ്ട്. ശിക്ഷിക്കുന്നവൻ എന്ന സിഫത്ത് അല്ലാഹുവിനുണ്ട്, രക്ഷിക്കുന്നവൻ എന്ന സിഫത്തുമുണ്ട്. ശിക്ഷിക്കാൻ കഴിവുള്ളവൻ രക്ഷിക്കുമ്പോഴേ അത് ശരിയായ രക്ഷയാവുകയുള്ളൂ. എന്നാൽ മികച്ചു നിൽക്കുന്ന സിഫത്ത് ഏതാണ് സഹോദര? ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു വലിയ കാരുണ്യവാനാണ്, അറ്റമില്ലാത്ത കരുണയുടെ ഉടമയാണ്. ഈ ബിസ്മി കൊണ്ടല്ലേ ഖുർആനിലുള്ള 114 അധ്യായങ്ങളിൽ നിന്ന് 113 തുടങ്ങിയിരിക്കുന്നത് ബിസ്മി കൊണ്ട്.